الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بما كانوا يعملون ولنجزينهم أجرهم بأحسن ما كانوا يعملون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിൽ ദൃഢമായി അതിശക്തമായി വിശ്വസിക്കുകയും ആ വിശ്വാസം നൽകുന്ന നിർഭയത്വത്തിൽ സന്തോഷത്തിൽ ജീവിച്ച് മുമ്പോട്ട് പോവാൻ ശ്രമിക്കുകയും ചെയ്യണം എന്ന് എന്നെയും നിങ്ങളെയും ഉണ്ടെത്തുകയാണ്. മനുഷ്യർ എല്ലാവരും ആഗ്രഹിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് പേടിയില്ലാതെ ജീവിക്കാൻ കഴിയുക എന്നത്. മനുഷ്യൻ പലതിനെയും പേടിക്കാറുണ്ട്. ആ പേടി സ്വാഭാവികവുമാണ്. എന്നാൽ പേടിക്കേണ്ട ഘട്ടങ്ങളിലൊക്കെയും ആ പേടിയെ തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്ന ഒരവസ്ഥ, നിർഭയമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്നത് വലിയ ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്. അത്തരത്തിലുള്ള അനുഗ്രഹം ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്ന, അല്ലാഹുവിന്റെ നിയമങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്ന, അല്ലാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന, തവക്കുലോടുകൂടി മുമ്പോട്ട് പോകുന്ന മനസ്സുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു സംഗതിയാണ്. അവിടെയാണ് വിശ്വാസികളായ ആളുകൾ നമ്മൾ ഭാഗ്യവാന്മാരായി മാറുന്നത്. നമ്മളെ എതിർക്കുന്ന, നമ്മളെ ചീത്ത പറയുന്ന, നമ്മളെ കളിയാക്കുന്ന നാസ്തികന്മാരായ ആളുകൾ, നിർമ്മതവാദികളായ ആളുകളൊക്കെയും പലതിനെയും പേടിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും മുമ്പോട്ട് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം ഇങ്ങനെ വളർന്ന് പതുക്കെ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദിയ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സ്വഹാബികളിൽ ഒരാൾ അദിയ് റളിയല്ലാഹു തആല അൻഹുവോട് പറഞ്ഞു, ചോദിച്ചു പ്രവാചകൻ, ഹൽ റഅയ്തൽ ഹീറ, ഇറാഖിലെ ഹീറ പ്രദേശം നീ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോ അദിയ് പറഞ്ഞു, ലം അറഹ, ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഒരു സംഗതി, ഇൻ ത്വാലത് ബിക ഹയാത്ത്, നിനക്കൊരുപാട് കാലം ജീവിക്കാൻ അല്ലാഹു ആയുസ് നൽകുകയാണെങ്കിൽ, ലതറയന്ന, നിനക്ക് കാണാൻ കഴിയും, അല്ലാഹീനത, ഒരു സ്ത്രീ, തർതഹിലു മിനൽ ഹീറ ഹത്ത തതൂഫ ബിൽ കഅബ, ഇറാഖിലെ ഹീറയിൽ നിന്ന് അവൾ തനിച്ച് കഅബാലയത്തിൽ വന്ന് തവാഫ് ചെയ്ത് തിരിച്ചു പോകുന്ന, ഹജ്ജും ഉംറയും ഒക്കെ ചെയ്ത് തിരിച്ചു പോകാവുന്ന അവസ്ഥയുണ്ടാകും. ആ യാത്രയിൽ ആ പെണ്ണിന് ലാ തഖാഫു അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെയല്ലാതെ ഒരാളെയും പേടിക്കേണ്ട അവസ്ഥയുണ്ടാവുകയില്ല. കള്ളന്മാരെ,
കൊള്ളക്കാരെ, പിടിച്ചുപറിക്കാരെ, വഞ്ചകരെ, അപകടത്തിൽ അപായപ്പെടുത്തുന്ന മറ്റുള്ള കാബാലികന്മാരായ ആളുകളെ അങ്ങനെയൊന്നും പേടിക്കാത്തൊരവസ്ഥ വരും. എന്നിട്ട് ഈ ഹദീസ് ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ അദീ റളിയല്ലാഹു തആല അൻഹുവിൻ്റെതായി ഒരു വരിയുണ്ടതില്. ആ വരി റസൂലുള്ളാഹി വരച്ചിട്ട ഈ രംഗം ഞാൻ കൺകുളിർക്ക് കണ്ടിട്ടുണ്ട് എന്ന്. അത്ര ദൂരം ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി യാത്ര ചെയ്ത് കഅബാലയത്തിൽ വന്ന് തിരിച്ചു പോകാൻ പറ്റാവുന്ന ഒരു വല്ലാത്ത നിർഭയമായ ഒരു അന്തരീക്ഷം ഇസ്ലാം ഈ നാട്ടിൽ ഉണ്ടാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഇസ്ലാമിന്റെ വിജയം അതാണ്. ഇസ്ലാം എവിടെയൊക്കെ വിജയം പ്രാപിക്കുന്നുവോ, മുസ്ലിമീങ്ങൾ എവിടെയൊക്കെ തിങ്ങിത്താമസിക്കുന്നുവോ, അവർക്ക് ആധിപത്യമുണ്ടാകുന്നുവോ, അവിടെ ഇസ്ലാം മറ്റുള്ള ആളുകൾക്ക് നൽകുന്നതും ഈ നിർഭയത്വത്തിന്റെ അവസ്ഥയാണ്. റസൂലുള്ള പ്രവചിച്ചതാണത്. ഇങ്ങനെയുണ്ടാകും. ഈ ഇസ്ലാം വിജയിക്കുക തന്നെ ചെയ്യും. വിജയിച്ചാൽ അവിടെ നിർഭയത്വമുണ്ടാകും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രവചനം നടത്തുന്നത് ഖബ്ബാബ് ബിൻ അറത്തിനോടാണ്. അദ്ദേഹത്തിന്റെ ആളുകളും വല്ലാതെ പീഡനങ്ങൾക്കിരയായ ഒരു വ്യക്തിയും കുടുംബവുമൊക്കെയാണ്. ആ കാലഘട്ടത്തിൽ ഈ പീഡനങ്ങൾ സഹിക്കവയ്യാതെ അദ്ദേഹം തന്നെ ഉദ്ധരിക്കുന്നു, ശക്കൗന, ഞങ്ങൾ പരാതി പറഞ്ഞു പ്രവാചകന്റെ മുമ്പിൽ ചെന്ന്. എന്താണ് കേസ് എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അലാ തസ്തൻസിറു ലനാ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സഹായം ചോദിക്കുന്നില്ലേ? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ഇരക്കുന്നില്ലേ നബിയെ? എന്താണ് ഈ പീഡനങ്ങൾ അവസാനിക്കാത്തത്? എന്താണ് വിഷമങ്ങൾ തീരാത്തത്? എന്താണ് ഈ മർദ്ദനങ്ങൾക്ക് അറുതിയില്ലാത്തത്? റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തു. ഖദ് കാന മിൻ ഖബ്ലികും യുഖദ് അർ-റജുൽ ഫയഹ്ബർ ലഹു ഫിൽ അർള്, നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ ജീവനോടെ കുഴിവെട്ടിയിട്ട് അതിലിങ്ങനെ നിർത്തി അരയോളം നിർത്തുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നിട്ട് ഈർച്ചവാൾ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഇങ്ങനെ ഈർന്നു മുറിക്കുന്ന അവസ്ഥ. എന്നിട്ട് ഈ മാംസങ്ങളൊക്കെ ഇങ്ങനെ കീറി ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് മാന്തിപ്പറിക്കുകയും അങ്ങനെ വരുന്ന വല്ലാത്തൊരവസ്ഥയിൽ അവർ കഴിഞ്ഞുകൂടിയിട്ട് നമുക്കറിയാവുന്ന സംഗതിയാണത്. നെടുകെ പിളർത്തുന്ന വല്ലാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ദീനിന്. അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുക അത്ര സുഖകരമായൊരു കാര്യമല്ല. പീഡനങ്ങളുണ്ടാകും, മർദ്ദനങ്ങളുണ്ടാകും. ആ മർദ്ദനങ്ങളും പീഡനങ്ങളും അവസാനിക്കാനും പോകുന്നില്ല. പക്ഷേ ആ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കുമൊക്കെ നടുവിൽ നിന്നുകൊണ്ട് നിർഭയത്വത്തോടുകൂടി ധീരരായി മുമ്പോട്ട് പോകാൻ കഴിയുന്നൊരവസ്ഥയാണ് ഉണ്ടാക്കേണ്ടത്. വല്ലാഹി, അള്ളാഹുവാണ് സത്യം. ലയതമ്മന്ന ഹാദൽ അംർ, ഈ കാര്യം അള്ളാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഹത്താ യസീറ റാകിബ് മിൻ സൻആൻ, യമനിലെ സൻആൻ നഗരത്തിൽ നിന്ന് ഇലാ ഹളർമൗത്ത് വരെ ഒരു യാത്രക്കാരനെ യാത്ര ചെയ്യാനാവും. ലാ യഖാഫു ഇല്ലല്ലാഹ്, ആ വഴിദൂരം മുഴുവനും അയാൾക്ക് അള്ളാഹുവിനെ അല്ലാതെ പേടിക്കേണ്ടി വരില്ല. അയാളുടെ കൂടെയുള്ള ആട്ടിൻ പറ്റത്തിന് ചെന്നായ്ക്കളെ മാത്രമേ പേടിക്കേണ്ടി വരികയുള്ളൂ. അല്ലാത്ത ഒരു ഉപദ്രവവും ഇല്ലാത്ത ഒരവസ്ഥ മനുഷ്യകുലത്തിൽ ഉണ്ടാക്കി വെക്കാവുന്ന അവസ്ഥയിൽ ഈ മതം പരിപൂർണത പ്രാപിക്കുക തന്നെ ചെയ്യും. വിശ്വാസികൾ ഉള്ള ഇടം അങ്ങനെയാവണം. ഈമാനുള്ള ആളുകളിൽ നിന്ന് മറ്റുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടതും അങ്ങനെയാവണം. ഇതുണ്ടാവണം നമ്മിൽ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി, ഒരാൾ അയാളുടെ കുടുംബത്തിൽ, അയാളുടെ ജനതയിൽ, അയാളുടെ സമൂഹത്തിൽ, മൂന്നർത്ഥവും പറഞ്ഞോളൂ, അയാൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ അയാൾ മൻ അസ്ബഹ മിൻകും ആമിനൻ, അയാൾ പേടിയില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥ ഒരാൾക്കുണ്ടെങ്കിൽ, മുആഫൻ ഫീ ജസദിഹി, അയാളുടെ ശരീരത്തിൽ രോഗമില്ലാത്ത അവസ്ഥ, ആഫിയത്തുള്ള അവസ്ഥ, സൗഖ്യം അയാൾക്ക് ശരീരത്തിനുണ്ടെങ്കിൽ, ഇൻദഹു ഖൂത്തു യൗമിഹി, അയാളുടെ ഉപജീവനം അന്നാന്ന് കഴിഞ്ഞു പോകാവുന്ന അവസ്ഥയിൽ അയാൾക്ക് ഉപജീവനവുമുണ്ടെങ്കിൽ, അന്നമ ഹീസത്തുലഹു ദുനിയ, ദുനിയാവ് മുഴുവൻ അയാൾ നേടിയെടുത്തവരെ പോലെയാണ്. അതിനേക്കാൾ വലിയതൊന്നും ഈ ദുനിയാവിൽ നേടിയെടുക്കാനില്ല. വിഭവങ്ങൾ ഉണ്ടാവുക, ജീവിക്കാൻ ആവശ്യമായത്ര. പിന്നീട് അയാൾക്ക് ശരീരത്തിന് ശാരീരികമായ സുഖമുണ്ടാവുക, അയാൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ അയാൾക്ക് നിർഭയത്വം ഉണ്ടാവുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പിന്നെയൊന്നും ദുനിയാവിൽ നേടാനില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. നിർഭയത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകളോട്
മാലാഖമാർ കവാടത്തിൽ വെച്ച് ഇങ്ങനെ ആശീർവദിച്ചു വിടും. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. നിർഭയരായി. ഇനി നിങ്ങൾക്ക് പേടി എന്ന വികാരമില്ല, ഭയം എന്നൊന്നില്ല, ഭയപ്പെടാനൊന്നുമില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ നിങ്ങൾ സുരക്ഷിതരായി, നിങ്ങൾ നിർഭയരായി കടന്നുപോയിക്കൊള്ളുക. ഈ ഒരവസ്ഥ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വിശ്വാസികൾക്ക് മനസ്സുകൊണ്ട് നൽകുകയാണ് അള്ളാഹുവിന്റെ മതം. പേടിക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, സാഹചര്യങ്ങളിലൂടെ കടന്നു പോവേണ്ടി വരും. ആ സന്ദർഭത്തിൽ മനസ്സിൽ ഭയം വന്നുകൂടാ എന്നല്ല ഈ പറയുന്നതിനർത്ഥം. ഭയപ്പാടിന്റെ നാളുകളിലും സ്ഥിരമായി സ്ഥൈര്യത്തോടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയുമെന്നാണ്. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا. നമ്മൾ കേട്ടൊരായത്ത്. ഇബ്രാഹിം നബി മക്ക എന്ന് പറയുന്ന പുണ്യഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ നാടിനെ ബലദൻ ആമിനൻ, ഒരു രാജ്യം, ഒരു നാട് നീ നിർഭയത്വം തുളുമ്പുന്ന നാടാക്കി മാറ്റണം. പിന്നെയാണ് വർസുഖ് അഹ്ലഹു മിന സമറാത്ത് എന്ന പ്രാർത്ഥനയുണ്ടാവുന്നത്. ജീവിത വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പ് ആ മഹാനായ പ്രവാചകൻ പടച്ചവനോട് ആവശ്യപ്പെട്ടത് നാട്ടിൽ സമാധാനമുണ്ടാവണമെന്നാണ്, നിർഭയത്വമുണ്ടാവണമെന്നാണ്. നിർഭയത്വം ഇല്ലാത്തൊരവസ്ഥയിൽ വിഭവങ്ങൾ കുന്നുകൂടി കിടന്നിട്ട് എന്ത് കാര്യം? പലതിനെയും പേടിച്ച രണ്ട് ഉറക്കമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് മുമ്പിൽ ദുനിയാവിന്റെ വിഭവങ്ങൾ കുന്നുകൂടി കിടന്നിട്ട് ഒരു കാര്യമില്ലാതിരിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? മനസ്സിൽ നിന്ന് ഭീതി ഒഴിഞ്ഞ ഒരവസ്ഥയുണ്ടാവണം, ആമിനായി ജീവിക്കാനാവണം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സാഹിറുകൾ ഒരു മത്സരം നടത്തുന്നുണ്ടല്ലോ, ജാലവിദ്യക്കാരായ ആളുകൾ. ഇതൊരു ജാലവിദ്യയാണ്, നിന്റെ വടി നീ സിഹറാണ് കാണിക്കുന്നത്, ജാലവിദ്യയാണ് കാണിക്കുന്നത്, ഞങ്ങൾക്കും അതൊക്കെ കഴിയുമെന്ന്. ആ മത്സരത്തിൽ അവരുടെ കയ്യിലുള്ള വടികളും കയറുകളും ഒക്കെ ഇട്ട് അതിങ്ങനെ ചലിക്കാൻ തുടങ്ങിയപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നീ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ വന്നു. അപ്പോ മൂസ എന്ന പ്രവാചകനോട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, അൽഖി അസാക്ക്, നീ നിന്റെ കയ്യിലുള്ള വടിയിടൂ മൂസ. ആ വടിയിട്ടപ്പോ അത് വല്ലാത്ത വലിയ സർപ്പമായതിങ്ങനെ എഴുന്നു നിൽക്കാവുന്നത് കണ്ടപ്പോ മൂസാ നബിക്ക് പേടിയായി. വല്ല മുദ്ബിറൻ വലയു അക്ബ, മൂസാ നബി പിന്തിരിഞ്ഞു നടക്കുന്ന അവസ്ഥയുണ്ടായി. ആ അവസ്ഥയിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പേടിച്ചുപോയി എന്നർത്ഥം. പേടിച്ചിട്ട് മുമ്പോട്ട് വരാൻ കഴിയാതെ മൂസാ നബി തിരിഞ്ഞോടുന്ന പശ്ചാത്തലമുണ്ടായി. അള്ളാഹുവിന്റെ കൽപ്പന, യാ മൂസ അഖ്ബിൽ, മുമ്പോട്ട് വാ, വലാ തഖഫ്, നീ പേടിക്കരുത്, പേടിച്ചു നിൽക്കരുത്. ഇന്നക മിനൽ ആമിനീൻ, നീ അമ്നുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആ വർഗത്തിലാണ് ഞാനും നിങ്ങളും പെടേണ്ടത്. വിശ്വാസം നൽകുന്ന വല്ലാത്തൊരു അമ്ന്. ആ അമ്നുള്ള ആളുകൾ അള്ള പറഞ്ഞിട്ടല്ലേ അവിടെയിട്ടത്? അള്ളാഹുവിന്റെ പക്കൽ നിന്നൊരു തീരുമാനമുണ്ടാകും എന്ന് വിചാരിക്കണം. അള്ളാഹു പറഞ്ഞിട്ടല്ലേ നമ്മളിങ്ങനെ ജീവിക്കുന്നത്? ആ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് വലനബുലുവന്നക്കുമെന്ന് അള്ള പറഞ്ഞിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെയും നമ്മൾ ആന്തരികമായി മാനസികമായി വല്ലാത്തൊരു നിർഭയത്വം അനുഭവിക്കുന്ന അവസ്ഥയുണ്ടാവണം. മൂസ, നീ അന്നുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാവണമെന്ന്. ഈ അന്ന് ഇസ്ലാമിനുണ്ടാക്കാൻ കഴിയുമെന്നാണ് അദീ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിന്റെ അവസാന ഭാഗം നമ്മൾ കേട്ടത്. ഞാൻ കൺകുളിർക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ നിർഭയത്വമുള്ള സുരക്ഷിതമായ ഒരു നാടുണ്ടായത്. ഈ നാടുണ്ടാവുക എന്നതാണ് മുസ്ലിമീങ്ങൾ അധികരിച്ചാലുണ്ടാകാവുന്ന, വിശ്വാസികളായ ആളുകൾ കൂടിപ്പോയാലുണ്ടാകാവുന്ന ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ആളുകൾ അതിന്റെ പേരിൽ പേടിക്കേണ്ടതില്ല. പക്ഷെ ഇതെങ്ങനെയാണ് ഉണ്ടാവുക? മുസ്ലിമീങ്ങൾ അധികമായി താമസിക്കുന്നിടങ്ങളിലും ഇത് കാണുന്നില്ലല്ലോ. അവർ പലതിനെയും പേടിക്കുന്നു, പലതിന്റെ മുമ്പിലും ചെന്നുകൊണ്ട് പലതും വെക്കുന്നു, പലതിനെയും പൂജിക്കുന്നു, പലതിനെയും ആരാധിക്കുന്നു. എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബേജാറായ മനസ്സുമാണുള്ളത്. അവിടെയാണ് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന ഇതിന്റെ നിദാനം എന്താണ് എന്ന്, ഇതിന്റെ സോഴ്സ് ഏതാണ് എന്ന് പഠിക്കേണ്ടത്. എവിടെ നിന്നാണ് ഈ നിർഭയത്വം ഉണ്ടാവുക, അമ്ന് ലഭിക്കുന്നത്? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമ്, ളുൽമ് കലരാത്ത ഈമാനാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ള ആളുകൾ ഉലൈക ലഹുമുൽ അമ്ന്,
അവർക്ക് മാത്രമാണ് ഈ അമ്നുണ്ടാവുക. ഈ ളുൽമിന് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് പറഞ്ഞ ഇന്ന ശിർക ലളുൽമുൻ അലീം എന്നതാണ് ആ ളുൽമിനർത്ഥം എന്നാണ് പണ്ഡിതന്മാരായ ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചക തിരുമേനി വിശദീകരിച്ചതും അങ്ങനെയാണ്. ശിർക്ക് കലരാത്ത, ബൗദ്ധവാരാധനയില്ലാത്ത, കറകളഞ്ഞ തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഈ അമ്നിന് അവകാശികളാവാൻ സാധിക്കുക. വിശ്വാസികൾ എന്ന് നമ്മൾ പുറത്തേക്ക് പറയുകയും മനസ്സിന്റെ അകത്തളങ്ങളിൽ ഈ തൗഹീദ് അടിയുറക്കാതിരിക്കുകയും ചെയ്താൽ ഈ പറയുന്ന ഇസ്ലാമിന്റെ നല്ല വശങ്ങളൊന്നും നമുക്കുണ്ടാവുകയില്ല. രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഒന്ന്, കടുത്ത ഈമാൻ ഉണ്ടാവണം. ആ ഈമാൻ ശിർക്ക് കലരാത്തതാവുകയും വേണം. രണ്ടാമതായി, ആദ്യം തന്നെ ഈമാൻ ഉറപ്പിക്കുന്നിടത്ത് ആളുകൾ തോറ്റുപോകുന്നു. രണ്ട്, ഉള്ള ഈമാൻ തന്നെ ശിർക്ക് കലർന്നതായി പോവുകയും ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് നിർഭയത്വം നഷ്ടപ്പെടുന്നത്. നമ്മുടെ കൂടെ ജീവിക്കുന്ന നാസ്തികന്മാരായ ആളുകൾ, മതവിരുദ്ധരായ ആളുകൾ, മതത്തെ കളിയാക്കുന്ന ആളുകൾ ഭയപ്പാടിലാണ്. അവർ മരണത്തെ പേടിക്കുന്നു. മരിച്ചു പോകണം എന്നത് വല്ലാത്ത ഭീതിയോടുകൂടി, രോഗം വരുമ്പോൾ മരിച്ചു പോകും എന്നവർ ഭയപ്പെടുകയാണ്. മരണത്തെ, രോഗത്തെ, ദാരിദ്ര്യത്തെ, അങ്ങനെ പലതിനെയും പേടിച്ച് പോവുകയാണ്. ആളുകൾക്ക് പേടിയുണ്ടാകും, അത് ശരിയാണ്. പക്ഷേ നിഷ്ക്രിയരാക്കുന്നില്ല ഈ ഭയം വിശ്വാസികളായ ആളുകളെ രോഗത്തെ പേടിക്കുന്നുണ്ട്, മരണത്തെ അവർക്ക് ഭയമുണ്ട്, മരിച്ചു പോകുന്നുള്ളൂ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിഷ്ക്രിയരാകുന്നില്ല, അസ്വസ്ഥരാകുന്നില്ല. ആ ഭയം നമ്മെ അസ്വസ്ഥരാക്കുന്നില്ല, നമ്മൾ നിഷ്ക്രിയരാക്കുന്നില്ല. പലരും നിഷ്ക്രിയരാവുകയാണ്. മരണത്തിന്റെ വേദനയെ പേടിച്ച് രോഗത്തിന്റെ കാഠിന്യത്തെ പേടിച്ച് ദയാവധം അപേക്ഷിക്കുകയാണ് പലരും, വിശ്വാസികളായ ആളുകൾ. പക്ഷേ ആ അവസ്ഥയിൽ എത്തുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മരണം എന്നൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവർക്കറിയാം. മരണത്തിൽ നിന്ന് ഓടി അകലാൻ കഴിയില്ല എന്നവർക്കറിയാം. നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യമാണത്. നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, നിങ്ങളെ മരണം പിടികൂടും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ ഭദ്രമായി കെട്ടിയുണ്ടാക്കപ്പെട്ട കോട്ടകൾക്കകത്ത് വളരെ സുരക്ഷിതരായി ആണ് എന്ന് കരുതുന്ന അവസ്ഥയിൽ പോലും നിങ്ങൾ അവിടെ നിന്ന് മരണം പിടിച്ചു കൊണ്ടുപോകും. വലിക്കുല്ലി ഉമ്മത്തിൻ അജൽ, ഓരോ സമൂഹത്തിനും ഓരോ അജലുണ്ട്. ആ അജൽ വന്നെത്തിക്കഴിഞ്ഞാൽ ഒരു നാനോ സെക്കൻഡ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ആ സമൂഹത്തെ മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല എന്ന് അള്ളാഹുവിന്റെ കിതാബ് പഠിപ്പിക്കുന്നു. ഒരു കൃത്യമായ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടാണ് ദീർഘമായി ആയുസ് നൽകപ്പെട്ട ആളുകളെയും വളരെ കുറച്ച് ആയുസ് നൽകപ്പെട്ട ആളുകളെയും അള്ളാഹു അവരുടെ ആയുസ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ആയുസ്സിൽ നിന്ന് അവർക്ക് നീട്ടി നൽകുകയോ അവർക്ക് ആ ആയുസ് എത്തുന്നതിന്റെ മുമ്പ് പിടിച്ചുകൊണ്ടുപോവുകയോ ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള കുറെ വിശ്വാസങ്ങളിലൂടെ വിശ്വാസികളുടെ മനസ്സ് മരണം എന്നത് വല്ലാത്തൊരു ഭയമല്ലാത്ത അവസ്ഥയിലേക്ക് മാനസികമായി പാകപ്പെട്ട് കിടക്കുകയാണ്. വിശ്വാസി ഭയപ്പെടുന്നില്ല. മരണത്തോടെ എല്ലാം കഴിഞ്ഞു എന്നവൻ വിചാരിക്കാത്തതാണ് അതിനൊരു കാരണം. മരണത്തിന് ശേഷം മറ്റൊരു ലോകമുണ്ടെന്നും ആ ലോകത്ത് ഞാൻ ഈ അനുഭവിക്കുന്ന ഭയപ്പാടുകൾക്ക്, ഈ ക്ലേശങ്ങൾക്ക്, ഈ പ്രയാസങ്ങൾക്ക് അള്ളാഹു അതിന് പ്രതിഫലം നൽകും എന്ന വല്ലാത്തൊരു വിശ്വാസം അയാളുടെ മനസ്സിലുണ്ട്. ഭയപ്പെട്ടു പോവേണ്ട ഒട്ടേറെ സന്ദർഭങ്ങളിലൂടെ അള്ളാഹു നമ്മെ വഴി നടത്തും. പ്രവാചകൻ എത്രയേറെ സന്ദർഭങ്ങളിലൂടെ കടന്നുപോയി. ആ സന്ദർഭങ്ങളിൽ ഏറ്റവും വല്ലാതെ പേടിച്ചുപോയ രംഗമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളും സൗർ ഗുഹയിലുണ്ടായത്. അത് നമ്മൾ ഒരു 2 ആഴ്ച മുമ്പ് ഈ വിഷയം കൃത്യമായി പഠിച്ചു. അവിടെ വെച്ച് മൂന്നാമനായി അള്ളാഹുവുള്ള ആളുകളെക്കുറിച്ച് എന്തിനു പേടിക്കണം എന്ന് അബൂബക്കർ റളിയല്ലാഹു തആലയെ ആശ്വസിപ്പിക്കുന്ന പ്രവാചകൻ ഇട്ടുകൊടുക്കുന്ന വല്ലാത്തൊരു ധൈര്യമുണ്ടല്ലോ. ആ ധൈര്യം, അതാണ് വിശ്വാസികളായ ആളുകൾക്ക് മുമ്പിൽ ഉണ്ടാകേണ്ടത്. ഈ നിർഭയത്വം എന്നത് വ്യക്തികൾക്ക് മാത്രം ഉണ്ടാവേണ്ടതല്ല. നിർഭയത്വം ഒരു സമൂഹത്തിന്റെ ഒരു സാമൂഹികമായ പ്രതിഭാസമായി മാറണം. സാമൂഹികമായ ഒരു പ്രതിഭാസമായി ഈ നിർഭയത്വം മാറുമ്പോഴാണ് ആ സമൂഹത്തിന് പുരോഗതി ഉണ്ടാവുക. എന്തിനേയും പേടിച്ച്, എന്ത് കേട്ടാലും പേടിച്ച് അതിനൊക്കെ മറ്റുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്ന ഒരു സമൂഹത്തിന് വളർച്ച പ്രാപിക്കാനാവില്ല. അവർ വിശ്വാസപരമായി ഉയർന്നു വരുന്ന ഒരവസ്ഥയും ഇല്ലാതെ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഉണ്ടാക്കിയെടുത്തൊരു സമൂഹം വല്ലാതെ ആളുകൾ പേടിപ്പിച്ച ഘട്ടങ്ങളിൽ എങ്ങനെയാണ് പെരുമാറിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. ബദറിനാങ്കണത്തിൽ നിന്ന് ഇന്ന സമയത്ത് വീണ്ടും നമുക്ക് ബദറിൽ കാണാമെന്ന് പറഞ്ഞ് സമയം കുറിച്ച് മടങ്ങിപ്പോയവരാണ് ഖുറൈശികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടായപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് കാണാം നമുക്ക് അവിടെ വെച്ച് എന്ന് പ്രതിവചിക്കൂ എന്ന് പറഞ്ഞ് അത് വെല്ലുവിളിയായി ഏറ്റെടുത്തു. ആ സമയത്ത് ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ സൂക്കുണ്ട്, കച്ചവടം നടക്കുന്ന സ്ഥലം. കച്ചവടം ചെയ്യാനുള്ള സാധനങ്ങളുമായിട്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പോരാൻ ആവശ്യപ്പെട്ടത്. അവിടെ വന്ന് കാത്തുനിന്നു, ഖുറൈശികളെ കാത്തുനിന്നു മുസ്ലിം പട്ടാളം. ഒരാഴ്ചയിലേറെ കാലം ഇവരെ പേടിപ്പിച്ച് പറഞ്ഞേക്കാനാണ് അവർ തുനിഞ്ഞത്. ആളുകളെ വിട്ട് ഖുറൈശികൾ അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. നിങ്ങൾ പേടിക്കണം, പേടിച്ച് പിന്മാറി തിരിച്ചു പോവാൻ. അപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റി, ഒരു സമൂഹം, ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഫഖാലു ഹസ്ബുനല്ലാഹ് വനിഅ്മൽ വകീൽ എന്നവർ അവരുടെ മോട്ടോയായി പ്രഖ്യാപിച്ചു. ഹസ്ബുനല്ലാഹ് വനിഅ്മൽ വകീൽ. വൻഖലബു ബിനിഅ്മത്തിൻ മിനല്ലാഹി വഫളൽ. കാണുന്നില്ല ആരെയും, വന്നില്ല ശത്രുക്കൾ അങ്ങോട്ട് വന്നതേയില്ല. ഇവിടെ ഒരാഴ്ചക്കാലത്തിലേറെ ആ സൂക്കിൽ കച്ചവടം ചെയ്ത് അവർ കൊണ്ടുവന്നതിന്റെ ഇരട്ടി ലാഭവുമായി തിരിച്ചുപോയി എന്നതാണ് വൻഖലബു ബിനിഅ്മത്തിൻ മിനല്ലാഹി വഫളലിൻ എന്ന ആയത്തിലെ പരാമർശമെന്ന് തഫ്സീറുകൾ എഴുതി വെക്കുന്നു. ലം യംസസ്ഹും സൂഉൻ വത്തബഉ റിദ്വാനല്ലാഹ് ഇന്നമാ ദാലികും ശൈത്താൻ യുഖവ്വിഫു ഔലിയാഅഹു. പിശാചാണ് അവന്റെ ഔലിയാക്കന്മാരായ ആളുകളെ, മിത്രങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് പിശാചിന്റെ വശംവദരായ മനസ്സുകളെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ വലാ തഖാഫൂഹും, നിങ്ങൾ പേടിക്കാൻ പോകരുത്. നിങ്ങൾ ഈ പേടിപ്പിക്കുന്ന പിശാചുക്കളുടെ പേടിപ്പെടുത്തൽക്ക് വിധേയരാകരുത്. മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ഉണ്ടാകും ഇങ്ങനെ പേടിപ്പിക്കുന്ന പിശാചുക്കൾ. ജിന്നുവർഗത്തിലെ പിശാചുക്കളും മനുഷ്യവർഗത്തിലെ പിശാചുക്കളും വിശ്വാസികളായ ആളുകളെ പേടിപ്പിക്കാൻ മെനക്കെടും. പക്ഷേ നിങ്ങൾ പേടിക്കാൻ പോകരുത്. വഖാഫൂനി, നിങ്ങൾ എന്നെയാണ് ഭയപ്പെടേണ്ടത്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തൗഹീദുണ്ടെങ്കിൽ, നിങ്ങൾ നല്ല വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അതിനെയൊന്നും പേടിക്കാൻ പോകരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. ഈ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ വിശ്വാസത്തിന് ശക്തി പകരുന്ന ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതാണ് സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ദുഷ്കർമ്മങ്ങൾ ഉണ്ടായാൽ ഈ ഈമാൻ ചോർന്നു പോകും, ദുർബലപ്പെട്ടു പോകും. സൽക്കർമ്മങ്ങളിലൂടെ അൽ ഈമാൻ യസീദു വയൻഖുസ് എന്നാണല്ലോ. മനസ്സിലെ വിശ്വാസം വളർന്ന് പ്രാപിക്കുന്നതും തളർന്നു പോകുന്നതുമാണ്. നല്ല ചിന്തകളിലൂടെ വിശ്വാസം രൂപപ്പെടുത്തിയിട്ട് അഅ്മാലു സ്വാലിഹാത്തുകളിലൂടെ അതിങ്ങനെ വളർത്തിക്കൊണ്ടുവരുവാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്, നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴൊക്കെ നമ്മുടെ ചീത്ത ചിന്തകൾ ഉണ്ടാകുന്നുവോ, എപ്പോഴൊക്കെ നമ്മിൽ നിന്ന് വേണ്ടാത്തരങ്ങൾ വരുന്നുവോ, നമ്മുടെ മനസ്സിനകത്തുനിന്ന് ഈമാൻ ചോർന്നു പോകും. ആ ഈമാൻ ചോർന്നു പോകുമ്പോ ഈ നിർഭയത്വമില്ലാതെയാകും. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ വ്യത്യാസമൊന്നുമില്ല, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ മുഅ്മിൻ, ഈ പറഞ്ഞ ഈമാനോടുകൂടി, ശിർക്ക് കലരാത്ത ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ ഒരു ഓഫർ അള്ളാഹുവിന്റെ മതം നൽകുന്നു, പടച്ചതമ്പുരാൻ നൽകുന്നു. ഫലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, പേടിയില്ലാത്ത, നിർഭയത്വമുള്ള, സന്തോഷമുള്ള, ആനന്ദദായകമായ ഒരു ജീവിതം നൽകും. അതിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, മനസ്സ് വളരെ പെർഫെക്റ്റ് ആയിരിക്കും, മനസ്സ് നല്ല ധൈര്യമുള്ളതായിരിക്കും. മനസ്സ് പതറിപ്പോയാൽ പിന്നെന്ത് ജീവിതം? മനസ്സ് പിടുത്തം വിട്ടുപോയാൽ പിന്നെന്ത് ജീവിതം? വിശ്വാസിയുടെ മനസ്സെപ്പോഴും അയാളുടെ നിയന്ത്രണത്തിലുണ്ടാകും. ആ ജീവിതത്തെയാണ് ഹയാത്തൻ ത്വയ്യിബ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. മാത്രവുമല്ല, വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന് നന്നായി ഏറ്റവും നല്ല രൂപത്തിലുള്ള പ്രതിഫലം പരലോകത്ത് ലഭിക്കുകയും ചെയ്യും.
അതിനൊക്കെ വേണ്ടത് മനസ്സിനകത്ത് രൂഢമൂലമായ വിശ്വാസമാണ്, വേരുറച്ച തൗഹീദാണ്, ഷിർക്കില്ലാത്ത വിശ്വാസമാണ്. അതുണ്ടാക്കിയെടുക്കുവാനുള്ള പെടാപ്പാടാണ് ജീവിത കാലഘട്ടത്തിൽ എന്തും സഹിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതില്ലാതെ മറ്റെന്തുണ്ടാക്കിയാലും പരലോകത്ത് സ്വർഗം ലഭിക്കുക എന്നത് കിട്ടാക്കനിയായി മാറും. ദുനിയാവിൽ നിർഭയത്വമുള്ള ഒരു ജീവിതവും ഇല്ലാതെ പോകും. അത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നിതാന്ത ജാഗ്രത പാലിക്കണമെന്നാണ് വളരെ വിനീതമായി എനിക്ക് എന്നോടും നിങ്ങളോടും ഉപദേശിക്കാനുള്ളത്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത് ഊസികും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികൾ, അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുകയും വിശ്വാസത്തിലെ മാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിക്കുകയും നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നൊന്നുകൂടി ഞാൻ ഉണർത്തുന്നു. നമ്മൾ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഓർമ്മിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 2026 ഹജ്ജിന് വേണ്ടിയുള്ള അപേക്ഷ സർക്കാർ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ മാസം 31-ാം തീയതി രാത്രി 11:59 വരെ അതിന് സമയമുണ്ട്. 11:59 ആ ലിങ്ക് ഇല്ലാതെയാകും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊക്കെ വളരെ കൃത്യമായി സൂക്ഷിക്കണം. ആ ഒരു സെക്കൻഡിന്റെയും മിനിറ്റിന്റെയും ഒക്കെ വില ചെറിയൊരു വീഴ്ച പറ്റിയതുകൊണ്ട് 10,000-കണക്കിന് ആളുകൾക്ക് ഇത്തവണ ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് ഹജ്ജിന് പോവാനായില്ല. വീഴ്ച വരുത്തിയത് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നാണ്. ഹജ്ജിന് കാശടച്ച് നെയ്യത്ത് വെച്ച് എല്ലാം ഒരുങ്ങിയ ആളുകൾ 10,000 പോയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 11:59 ആ ലിങ്ക് ഇല്ലാതെയാകും. അത്രമേൽ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി ഇക്കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇക്കൊല്ലം വന്നത് 20 ദിവസത്തെ സ്പെഷ്യൽ പാക്കേജ് ഉണ്ട് എന്നതാണ്. 45 ദിവസം 40 ദിവസമൊക്കെ ചില സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമാണ് എന്ന് വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് 20 ദിവസത്തെ ചെറിയ പാക്കേജ് ഇത്തവണ മുതൽക്കുണ്ട്. 2026 ഡിസംബർ 31 വരെയെങ്കിലും കാലാവധിയുള്ള പാസ്പോർട്ട് കയ്യിലുണ്ടാവണം. അതാണ് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ വീട്ടിലുള്ള വിവരമുള്ളവർ ശ്രദ്ധിക്കേണ്ടത്. അത് ഈ കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ റീഡബിൾ ആവണം. പുതിയ പാസ്പോർട്ട് എടുക്കാൻ പോകുന്ന ആൾക്കാർ സർനെയിം കൂടി ചേർത്ത പാസ്പോർട്ട് എടുക്കണം എന്നൊക്കെയാണ് അതിൽ ഇപ്പം പുതിയതായി പഠിക്കാനുള്ളത്. വളരെ വ്യക്തമായ രേഖകളാണ് ഓൺലൈൻ അപേക്ഷയിൽ വെക്കേണ്ടത്. നമ്മുടെ രേഖയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന അക്ഷയക്കാരനോ അതുപോലെ തന്നെ ചെയ്തു കൊടുത്ത ബന്ധുവോ ഒക്കെ അതിന്റെ കൃത്യത വരുത്തിയിട്ടുണ്ടാവില്ല. അത് കയറ്റിയിട്ടുണ്ടാവും. പക്ഷെ ചെന്ന് നോക്കുമ്പോൾ സൈറ്റിൽ നിന്ന് അത് വായിച്ചെടുക്കാൻ വളരെ പ്രധാനപ്പെട്ട രേഖകൾ തെളിയുന്നില്ലെങ്കിൽ ആ അപേക്ഷ നിരസിക്കപ്പെടും എന്നത് കുറെ ആളുകൾ കണ്ണീര് കുടിച്ചു പോയ സംഗതി ഉള്ളത് കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് ലഭിക്കുന്ന സ്വീകാര്യമായ അപേക്ഷകൾക്ക് സംസ്ഥാന കമ്മിറ്റി ഒരു കവർ നമ്പർ തരും. ഈ കവർ നമ്പറിന്റെ അടുത്ത് ഒരു സംഗതി എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്. ഈ കവർ നമ്പർ, ഒരു കവറിലുള്ള ആളുകൾ, ഇതൊക്കെ ഇപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ വർഷം മുതൽ മഹറമില്ലാത്ത സ്ത്രീകൾക്ക് നേർക്ക് നേരെ മഹറമില്ലാതെ ഹജ്ജിന് പോകാനുള്ള പെർമിഷൻ ലഭിക്കുന്നുണ്ട്. ഒരു സ്ത്രീക്ക് തോന്നുകയാണ് എനിക്ക് ഹജ്ജിന് പോകണമെന്ന്, മഹറം പോരാനില്ല, ഇപ്പൊ പ്രയാസപ്പെടേണ്ടതില്ല. പണ്ട് അത് ഈ ഹജ്ജ് കമ്മിറ്റി വഴി പോകാൻ കഴിയില്ലായിരുന്നു. പ്രൈവറ്റുകാര് അതിനൊക്കെ കുറുക്കുവഴി ഉണ്ടാക്കലായിരുന്നു. ഇപ്പൊ കുറുക്കുവഴി ഉണ്ടാക്കാതെ തന്നെ മഹറമില്ലാത്ത സ്ത്രീകൾക്ക് പോവാം. അങ്ങനെയുള്ള സ്ത്രീകൾ മാത്രമുള്ള കവറുകൾക്ക് മുൻഗണനയുമുണ്ട്, നറുക്കെടുപ്പിൽ മുൻഗണനയുമുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഉദാഹരണം പരപ്പരങ്ങായിൽ ഒരു സഹോദരിക്ക് അങ്ങനെ പോകണമെന്നുണ്ട്, പാലത്തിങ്ങൽ വേറൊരാൾക്ക് അങ്ങനെ പോകണമെന്നുണ്ട്, കുറച്ചുകൂടി അപ്പുറത്ത് വേറെ സ്ത്രീയുണ്ട്, കുറച്ചുകൂടി ഇപ്പുറത്ത് വേറെ സ്ത്രീയുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കും. എന്നാൽ അങ്ങനെയുള്ള ഒരു കവറിലേക്ക് ഒരു 5-6 ആളെ കിട്ടാൻ
കിട്ടാനുള്ള ഒരു ചർച്ച ഇപ്പം നടത്തൂല. എന്നിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, എങ്ങനെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവര് ഒന്ന് ഒരുമിച്ച് എന്നാൽ ഇപ്പൊ ഇങ്ങനെ ഒരുമിച്ച് ഒരു കവറിൽ വന്നാലുള്ള ഗുണം എന്താ? ഒരുമിച്ച് എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും. ഒരാൾക്ക് ഇവിടുന്ന് കിട്ടും, ഒരാൾക്ക് അപ്പുറത്ത് കിട്ടും, ഒരാൾക്ക് അവിടുന്ന് കിട്ടും, ഒരാൾക്ക് വന്നു. ചിലപ്പോൾ ഇവരൊക്കെ ബന്ധുക്കളും അറിയുന്നവരൊക്കെ ആവും. എന്നിട്ട് ഒരാളുടെ ഫ്ലൈറ്റ് 24-ാം തീയതി, മറ്റൊരാളുടെ ഫ്ലൈറ്റ് 26-ാം തീയതി, മറ്റൊരാളുടെ ഫ്ലൈറ്റ് അടുത്ത മാസം 3-ാം തീയതി, നാലാമത്തെ ആളുടെ ഫ്ലൈറ്റ് പിറ്റത്തെ മാസം 10-ാം തീയതി, അങ്ങനെ ആവും. ഇവരിങ്ങനെ പോയാലുള്ള അവസ്ഥ, അവിടെ ചെല്ലുമ്പോ ഒരേ കവറിംഗ് ലെറ്റർ ഉള്ള ആളുകൾ ഒരേ ഫ്ലൈറ്റിലാകും, അല്ലെങ്കിൽ ആവൂല. ഒരേ കെട്ടിടത്തിലാകും, വേണമെങ്കിൽ ഒരേ റൂമിലുമാവും. ഇത്രമേലുള്ള സൗകര്യം ലഭിക്കണമെങ്കിൽ ഇപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് എന്നത് ഗൗരവബുദ്ധി ഉണർത്തുകയാണ്. ഇവിടുന്ന് 2 ഫ്ലൈറ്റ് പോയ ആള് എനിക്ക് ഓളെ കെട്ടിടത്തിൽ താമസം വേണമെന്ന് അവിടെ പോയി കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഹറമിലേക്ക് പോകാനും വരാനും, അസീസിയയിൽ നിന്ന് ഹറമിലേക്ക് പോകാൻ വരാന്നുള്ള വലിയ റിസ്ക് തന്നെയാണ് ഇങ്ങനെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. ലബിനെ മസ്ജിദ് ജഹയിൽ ഇങ്ങനെ എല്ലാ വക്തിനും പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സംഗതികളിലൊക്കെ കുറച്ചുകൂടിയൊക്കെ അറിയുന്ന ആളുകൾ, അറിയാത്ത ആളുകൾക്ക് ഇത് കൃത്യമായി ഇത് ഗൈഡ് ലൈൻ ചെയ്യാൻ പറ്റിയ ആളുകൾ നമ്മുടെ മഹലിൽ തന്നെ ഉള്ളത് കൊണ്ട് അവരെ സമീപിക്കണം. അതുകൊണ്ട് വൈകരുത്. ഈ വിഷയത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കൃത്യത ഉണ്ടാക്കിയിട്ട് 31-ന് മുമ്പ് ഹജ്ജിന് പോകാൻ കഴിവുള്ള ആളുകൾ അതിനൊന്ന് നീതി വെക്കണം. കുട്ടികളും മക്കളും ഒക്കെ നാട്ടിലില്ലാത്ത ആളുകൾക്ക് അവരോട് വിളിച്ചന്വേഷിക്കാൻ ഇനിയും സമയമുണ്ട്, കുറച്ച് ദിവസം കൂടിയൊക്കെ ഉണ്ട്. കാശ് എവിടെന്നെങ്കിലുമൊക്കെ വരാനുള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പണിയെടുക്കാനും നേരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് നിങ്ങളെ ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മനസ്സൊരുങ്ങിയ ആളുകൾക്ക് ഈ അപേക്ഷ കൊടുക്കുവാനും പോകാനും ഒക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ മദ്രസയുടെ വിഷയം തന്നെയാണ്. തിങ്കളാഴ്ച പുതിയ മദ്രസയിലേക്ക് ക്ലാസുകൾ മാറുന്നു. ആ മാറുന്നത് മദ്രസയുടെ നമ്മൾ മുമ്പിൽ വെച്ച പ്രോജക്റ്റ് പൂർണ്ണമായി തീർത്തിട്ടല്ല. പൂർണ്ണമായി തീർക്കുന്നത് വരെ അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരുടെ പ്രയാസം കണക്കിലെടുത്ത് തൽക്കാലം ഒരു ക്ലാസ് മാറ്റമാണ് ഇപ്പം നടക്കുന്നത്. നമ്മൾ മുമ്പോട്ട് വെച്ച ഈ പ്രോജക്റ്റ് പാതി വഴിയിലാണ് ഇപ്പോഴും. അതിന്റെ ഗതിവേഗം കൂടാനുള്ള തടസ്സം എന്ന് പറയുന്നത് കാശ് വരുന്നിടത്തുള്ള സ്പീഡ് കുറവ് തന്നെയാണ്. പലവരും ഈ മെമ്പറിൽ നിന്ന് ഇങ്ങനെ ഞാൻ അപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ അടിക്കടി ഇങ്ങനെ അപേക്ഷിക്കേണ്ടി വരുന്നത് ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും പറയാൻ മടിയുണ്ടത്. ഇതിൽ സഹകരിക്കേണ്ട പലരും സഹകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എനിക്ക് കിട്ടുന്ന വിവരമാണ് ഞാൻ നൽകുന്നത്. സഹോദരിമാരായ ആളുകളുടെ ഭാഗത്തുനിന്ന് കുറെ കൂടി ഇതിൽ സഹകരണം വേണം എന്നും ആവശ്യമുയരുന്നുണ്ട്. പ്രവാസ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ നമ്മുടെ പെൺമക്കൾ, അവരുടെ മക്കൾ, ആ ആളുകളെയൊക്കെ ഇതിൽ സഹകരിപ്പിക്കാമെന്നതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ പരപ്പനങ്ങാടിയുടെ ഹൃദയഭാഗത്ത് അങ്ങനെ ഒരു സ്ഥലം, ഇങ്ങനെയുള്ള ഒരു സംഗതിക്ക് വേണ്ടി നേരത്തെ വഖഫ് ചെയ്തു വെച്ച ആളുകളുടെ ഹൃദയ വിശാലതയും പടച്ചവന്റെ പ്രീതി ആഗ്രഹവുമൊക്കെ ഇന്നായിരുന്നെങ്കിൽ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഇന്നായിരുന്നെങ്കിൽ നമുക്കെത്ര പേർക്ക് അങ്ങനെ സാധിക്കും? പറയുന്ന എനിക്കൊക്കെ സാധിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ അത്രമേൽ വലിയൊരു പ്രോജക്റ്റ് ഒരു നാടിന്റെ ഹൃദയഭാഗത്ത് നമ്മുടെ അഭിമാനമായി എഴുന്നു നിൽക്കാവുന്ന നമ്മുടെ ഒരു സ്ഥാപനത്തോട് കാണിക്കേണ്ട എന്താ പറയാ മനസ്സടുപ്പം ഒന്നുകൂടി നിങ്ങൾ മുറുക്കണം എന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഇന്ന് നമ്മൾ എടുക്കുന്ന കലക്ഷൻ നമ്മുടെ പള്ളിക്ക് വേണ്ടി തന്നെയുള്ളതാണ്. അതിൽ എല്ലാവരും നന്നായി സഹകരിക്കണം. ഇന്ന് വൈകുന്നേരം 4:30 മുതൽ 9:30 വരെ നമ്മുടെ തൊട്ടടുത്ത മഹല്ലിൽ പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന സംസ്ഥാന സമിതി മുമ്പോട്ട് വെച്ച ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടുള്ള ഒട്ടുമ്മൽ മഹല്ല് കുടുംബ സംഗമം നടക്കുന്നു. പ്രഗത്ഭരായ പ്രാസംഗികന്മാരും പണ്ഡിതന്മാരാണ് 3 വിഷയങ്ങൾ അതിൽ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. കഴിവിന്റെ പരമാവധി ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് വളരെ വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പക്കൽ കൂലി കിട്ടാൻ ആവശ്യമായ കർമ്മങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ മനസ്സിലെ ഈമാൻ ശക്തിപ്പെടാൻ അള്ളാഹുവിന്റെ പക്കൽ കൂലി കിട്ടുന്ന സൽക്കർമ്മങ്ങൾ എമ്പാടും ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അഅ്മാലു സാലിഹാത്തുകളിൽ മത്സരിച്ച് മുന്നേറുന്ന നല്ലവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശ്വാസരംഗത്ത് നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഖാലിസായ തൗഹീദോടുകൂടി ജീവിക്കുവാനും ആ തൗഹീദിന്റെ വഴിയിലേക്ക് മറ്റുള്ളവരെ വിളിക്കുവാനുമുള്ള ഹൃദയവിശാലതയും തോന്നിച്ചയും തൗഫീഖും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. മാനസികമായി തീറ്റുന്നവർക്ക് അള്ളാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, അവരുടെയും നമ്മുടെയും പാപങ്ങൾ അള്ളാഹു കഴുകിക്കളഞ്ഞു നമ്മയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات.